നമ്മൾ ഇന്ന് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാൻ പോവുകയാണ്. അപ്പം ബേസിക്കായിട്ട് ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും പഠിക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു തുണിയിലല്ല ഫോൾഡ് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും പഠിക്കുന്നത്. വെറുതെ തുണി നഷ്ടപ്പെടുത്തേണ്ട എന്നൊരു ചിന്തയിൽ നിന്നാണ് പേപ്പറിലേക്ക് ആദ്യം കട്ടിങ് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ നല്ല ഫെയർ ആയിട്ടുള്ള ഒരു തുണിയിലേക്ക് കട്ടിങ് ചെയ്യുന്നുള്ളൂ. അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറിലാണ് ആദ്യം കാണിക്കുന്നത്. സോ നിങ്ങൾ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റോ ഒക്കെ എടുത്തിട്ട് വെക്കാം. ഞാനിവിടെ ഒരു ഡയറിയിലെ പേപ്പർ, നടുഭാഗത്തുള്ള പേപ്പറൊക്കെ മുറിച്ചിട്ട് ലെങ്തി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ തുണി മടക്കി വെക്കുന്നത് പോലെ നീർത്ത് വെക്കുന്നത് പോലെ തന്നെ ഈ ഒരു പേപ്പറിനെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നിർത്തി വെക്കുക. തുണിയിലാകുമ്പം ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ നിവർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മുടെ ശരീരത്തോട് ചേർന്ന ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു ഫോൾഡിങ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്നും സെൻറ്ററിലേക്ക് മടക്കി കൊടുത്ത് നേരെ പകുതി ഭാഗമായിട്ട് ഫോൾഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ നീളത്തിൽ ഫോൾഡ് ചെയ്ത് ഇതിനെ വലത് ഭാഗത്തു നിന്നും താഴോട്ടേക്ക് ഈ രീതിയിൽ മടക്കുന്നു. അപ്പോൾ നമുക്ക് 4 ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങൾ കിട്ടും. 1 2 3 4 അങ്ങനെ 4 ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും ഇവിടെ 2 ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ചെയ്തത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള തുണീനെ നേരെ ഇതിലേക്ക് മടക്കി കറക്റ്റായിട്ട് നടുവിലേക്ക് കൂടി മടക്കിയെടുത്തു. ശേഷം ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളതും ക്ലോസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ മെഷേഴ്സും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം ഒരു തുണിയാണെന്ന് കരുതിയിട്ട് ചെയ്യുകയാണെങ്കിൽ അളവുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിതൊരു ഏകദേശ അളവാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് പരിശീലിച്ചതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള അളവുകൾ, ഒരു മുതിർന്ന ആളുടെ അളവുകളെ തന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഏത് ഭാഗത്താണ് കഴുത്തും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തേണ്ടത്, നമ്മുടെ ഹിപ്പ് ഭാഗമൊക്കെ അടയാളപ്പെടുത്തേണ്ടത് ഏതാണെന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് അടിക്കാതെ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. ആദ്യം നമ്മൾ ഇവിടെ നിന്നും ഇവിടത്തെ വരെയുള്ള ആ ഒരു ചെറിയ പോർഷൻസ് ഒരു 3 ഇഞ്ച് അകലത്തിലേക്കാണ് കഴുത്തുണ്ടാകുക. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു പേപ്പറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ 3 ഇഞ്ച് എന്നുള്ളതൊക്കെ സെൻറ്റിമീറ്റർ അളവിലാണ് എടുക്കുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സോ ഞാൻ കഴുത്തകലം കൃത്യമായിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 2.5 ഇഞ്ച്, ഞാൻ ഇഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിലും സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഇപ്പോൾ ഇത് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്യുന്നത്. ഇതൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൃത്യമായിട്ട് തുണിയിലോട്ട് മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയറായിട്ട് നമുക്ക് ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഇവിടുന്ന് ഈ കോർണറിൽ നിന്നും ഇവിടത്തേക്കുള്ള അകലം എന്ന് പറയുന്നതാണ് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു അകലമായിട്ട് എടുക്കുന്നത്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള അകലമാണ് നമുക്ക് ഷോൾഡറിന് എടുക്കേണ്ടത്. അത് ഞാനൊരു 4 സെൻറ്റിമീറ്റർ 4 ഇഞ്ചായിട്ടാണൊക്കെ സാധാരണ എടുക്കുക. അപ്പോൾ ടോട്ടൽ ഈ ഭാഗത്തേക്ക് കഴുത്തിൻ്റെ ഈ ഒരു കഴുത്ത് അകലത്തിലേക്ക് വേണ്ടത് ഒരു 7 ഇഞ്ചൊക്കെയാണ് എടുക്കുക. 7 ഇഞ്ച് 6.5 ഇഞ്ചൊക്കെ എടുക്കും. അപ്പോൾ ഞാനിതിനി ഒരു 4 സെൻറ്റിമീറ്ററും കൂടെ ഇങ്ങോട്ടേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അത് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി, ഷോൾഡറിൻ്റെ ഭാഗം ഇത്രയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. അതായത് ഇവിടെ നമ്മളിപ്പോൾ എത്ര അളവാണോ എടുത്തിട്ടുള്ളത്, ഈ ഒരു പോർഷനിൽ എത്ര അളവാണോ എടുത്തിട്ടുള്ളത് അതേ സെയിം അളവ് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടേക്കും അടയാളപ്പെടുത്താം. അതേ അളവ് തന്നെയായിരിക്കണം താഴോട്ടേക്കും അടയാളപ്പെടുത്തേണ്ടത്. സോ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു അളവ് തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് കൈക്കുഴിയുടെ അളവാണ്. കൈക്കുഴി എത്ര വേണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡ്രസ്സിൽ നിന്നും മെഷർ ചെയ്തിട്ട് കൈക്കുഴി എത്ര വേണമെന്നുള്ളത് നോക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ഒരു 9 ഇഞ്ച് 10.5 ഇഞ്ച് അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മുതിർന്ന ഒരാൾക്ക് വേണ്ടി വരും. കുറച്ച് തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ആ ഒരു അളവായിരിക്കും വേണ്ടി വരും. അപ്പം നമുക്ക് ഇനി അടയാളപ്പെടുത്തുന്നത് എന്താണ്, കൈക്കുഴിയുടെ അളവ് അടയാളപ്പെടുത്തിയതിന് ശേഷം കൈക്കുഴിയുടെ അളവ് അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇത്ര വരെയാണ് നമുക്ക് കൈക്കുഴിയുടേത്. ശേഷം നമുക്ക് വേണ്ടത്
നമ്മുടെ കൈക്കുഴി ആ ഷേപ്പിൽ കൈ വെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. കൈയുടെ ഭാഗം സ്ലീവ് ചെയ്യുന്നത് പിന്നെ കാണിച്ചു തരാം. ഇപ്പം കൃത്യമായിട്ട് കൈക്കുഴി എങ്ങനെ ഏതൊരു അളവിൽ കൃത്യമായിട്ട് വെട്ടാം എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ നമ്മളിവിടെ 1 ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. ഈ കോർണറിൽ നിന്നും ഈ ഒരു കോർണറിൽ നിന്നും 1 ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്യുക. ശേഷം കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ കർവ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് കർവ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമുക്ക് ഹിപ്പ് എത്രയാണ് വേണ്ടതെന്നുള്ളതൊന്ന് മെഷർ ചെയ്ത് വെക്കുക. ഹിപ്പ് നിങ്ങളുടെ ഡ്രസ്സിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഹിപ്പ് എത്രയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് തയ്യൽ തുമ്പും കൂടെ വിടാൻ മറന്നു പോരുത്. സോ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും താഴെ ബോട്ടം എത്ര അളവിൽ വേണമെന്നുള്ളത് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യാം. ശേഷം നമ്മളിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചുരിദാറിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൈക്കുഴിയുടെ ഷേപ്പും കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഹിപ്പ് ഭാഗം ബാക്കി എല്ലാ സ്ഥലത്തും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്ന നമ്മൾ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും സ്ലിറ്റിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാത്രമേ വിടാൻ പാടുള്ളൂ. എന്നിട്ട് മടക്കി തയ്ക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുക. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഏകദേശം നമുക്കൊരു എന്താ പറയേണ്ടത് ചുരിദാറിൻ്റെ ഷേപ്പിലേക്ക് ആവുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ആദ്യം നമ്മൾ പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ നമ്മളൊരു നല്ല തുണി എടുത്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ കഴുത്തിന് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഒരു യു ഷേപ്പുള്ള കഴുത്താണ്. സോ അത് ഈ ഒരു ഷേപ്പിലായിരിക്കും. ഈ ഒരു ഷേപ്പിൽ വരയ്ക്കുക. എന്നതിന് ശേഷം നമ്മളിത് വെട്ടിക്കൊടുക്കാം. ഓപ്പൺ അതായത് നമ്മുടെ കഴുത്ത് ഒരേ അളവിലായിരിക്കില്ലല്ലോ മുന്നും ബാക്കും ഉണ്ടാവുക. അതുകൊണ്ട് മുന്ന് ചെയ്യുന്നത് കുറച്ച് ഇറക്കിയിട്ടും ബാക്ക് കുറച്ച് കയറിയിട്ടും എന്ന രീതിയിൽ ഞാനിത് കുറച്ചും കൂടെ കയറിയിട്ട് ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇത് രണ്ടും കൂടെ കൂട്ടി ഒന്നിച്ച് വെട്ടാൻ നിൽക്കരുത്. അപ്പം ബാക്കും മുമ്പ് നമുക്ക് ഒരേ ഭയങ്കര താവലൊക്കെ കിട്ടും. അത് ബുദ്ധിമുട്ടാണ്. സോ ആദ്യം നമ്മൾ കൃത്യമായിട്ട് ഈ തുണിയുടെ ഈ ഭാഗത്തു നിന്നും കട്ട് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കുക. ശേഷം ഈ രീതിയിൽ ഫസ്റ്റ് പോർഷനെ കട്ട് ചെയ്തെടുത്തു, ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി അതവിടെ വെച്ചു. അതിനുശേഷം നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് വെച്ചു, ഫ്രണ്ട് പോർഷനും കൂടെ കട്ട് ചെയ്തു. ഇപ്പം നമുക്കിതാ നോക്കിക്കോ, കൃത്യമായിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പല കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.